എന്ന് പറഞ്ഞ നമ്മൾ റൂം ക്ലീൻ ആക്കുകയാണ്. കൂടുതൽ ക്ലീൻ ആക്കുന്ന നമ്മുടെ ബെഡാണ്. 3 ബെഡുണ്ട്, 3 ഡിഫറെന്റ് ബെഡ്ഷീറ്റ്സ്. അതെങ്ങനെ മാറ്റണം. അതുപോലെ തന്നെ നമ്മളെ പുതിയൊരു ബെഡും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എമ്മയുടെ ഒരു ബെഡും കൂടി ഉണ്ട്, അപ്പോൾ അതും കൂടി ഇടണം. ഇതിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതെങ്ങനെ നിങ്ങൾ ഈ മേലത്തെ ബെഡ്ഷീറ്റ്സ് മാറ്റും. നല്ല പണി, അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ കോട്ടിൻ്റെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ നല്ലതാണോ അതോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. സംഗതി കാണാനും സ്പേസും എല്ലാം നല്ലതാണ്, പക്ഷേ ഇതുവരെ കുഴപ്പമില്ല. ഈ ബെഡ് എടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. എനിക്ക് ടീക്കുട്ടിയും അദ്യക്കുട്ടനും എല്ലാവരും വേണം. പിന്നെ മേലത്തെയാണ് ആ ബെഡ് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ലൈറ്റ്സ് ഉണ്ട് അല്ലേ ടിയ? അപ്പോൾ പോട്ടെ, നമുക്കത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ വാങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിച്ചാൽ മതി ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു മാട്രസ് കൂടെ ഉണ്ട് കേട്ടോ. സോ അദ്യക്കുട്ടൻ്റെ മേലെ ഇതാക്കാനുള്ള ഒരു മാട്രസും കൂടെ കേട്ടോ. ആണിത്. എനിക്ക് തോന്നുന്നു 1-2 വർഷമായിട്ട് ഒരെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. ഇതങ്ങനെ 2ാമത്തെ സാധനമാണല്ലോ ടിയ. അടിപൊളി. ഇതിൽ നമുക്ക് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നോക്കണം കേട്ടാ, എങ്ങനെയുണ്ട് നോക്കാം. സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു മേക്ക് ഓവറും കൂടി ചെയ്യാം. മേക്ക് ഓവർ അല്ല, നമുക്ക് ഈ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബെഡിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഈ ബെഡിലൊക്കെ എങ്ങനെയാണ് ഈ ബെഡ്ഷീറ്റ് വിരിച്ച് നിങ്ങൾക്ക് ഡെയിലി അത് വാഷ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഞാൻ പോസിറ്റീവും നെഗറ്റീവും കൂടി ഇന്ന് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ബെഡ് ഇന്ന് ചേഞ്ചും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ താഴെയുള്ളതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യണം. അത് മെല്ലെ മെല്ലെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇത് നമ്മൾ സെയിം ആ ഒരു തന്നെ കേട്ടോ, എമ്മ തന്നെയാണ്. ഇതിപ്പോൾ ഒരു 1 ഇയർ 2 ഇയർ ആയിട്ടുണ്ടാവില്ല ടിയ. അപ്പോൾ നമ്മൾ ഇതേപോലെ എനിക്ക് പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സൈസിന് കിട്ടില്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് വാങ്ങിയതാണ് കണ്ടോ. അതിൻ്റെ സൈഡിൽ ഗ്യാപ്പ് ഉണ്ട്, പക്ഷേ ഇതിലൊന്നും അങ്ങനെ ഗ്യാപ്പ് ഇല്ല, അതുകൊണ്ട് ഫുള്ളി ഫിറ്റാണ്. അതുപോലെ ഈ എമ മാട്രസിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ആണ്. നമ്മൾ ഇതിപ്പം നമ്മുടെ എമ മാട്രസ് ഇപ്പോൾ 33 കൺട്രീസിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല യൂറോപ്പിൽ തന്നെ ഹൈയസ്റ്റ് സെല്ലിംഗ് മാട്രസ് ആണ് നമ്മുടെ എമ എന്ന് പറയുന്നത്. ഓർത്തോപെഡിക് സപ്പോർട്ടും പിന്നെ കൂളിംഗ് സെൻസേഷനും ഉണ്ട്. പിന്നെ മോഷൻ അബ്സോർപ്ഷൻ ഫീച്ചർ ഇട്ടോ, അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഫ്രീ ഫാസ്റ്റ് ഷിപ്പിംഗ് ആണ്, നോ കോസ്റ്റ് EMI അവൈലബിൾ ആണ്, 100 നൈറ്റ്സ് ഫ്രീ ട്രയൽ ആണ്. അതുപോലെ തന്നെ 15 വർഷം വാറണ്ടി ഉണ്ട്. സെയിൽസ് അപ് ടു 55%, അതുപോലെ തന്നെ 15% ഓഫ് ഉണ്ട്. അതുപോലെ കൂപ്പൺ കോഡ് TIA60 ട്രൈ ചെയ്താൽ മതി. ഇനി ബെഡ്ഷീറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റണം. ചിപ്പി ഇതെങ്ങനെ മാറ്റുക? ടിയ തന്നെ ആട്ടോ ചെയ്യാം. ഞാനും ടീക്കുട്ടിയും കൂടി തന്നെ ചെയ്യാം. മേലെന്ന് മാത്രം അദ്വിക്ക് വരത്തുള്ളൂ. ആദ്യം ഇതെല്ലാം പില്ലോ ഒക്കെ മാറ്റാൻ പിന്നെ എളുപ്പമാണ്. പക്ഷേ ഈ ഒരു സാധനം നമ്മൾ അടിയിൽ ഇതുപോലെ സിംഗിൾ കോട്ടാണെങ്കിലും ബുക്കിലെ സിംഗിൾ കോട്ടാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരാളുടെ ഇപ്പോൾ കൈവേദനയുള്ള ആൾക്കാരാണെങ്കിൽ അതൊന്നും പറ്റില്ല. അയ്യോ ദേ നമ്മളുടെ ലാവൻഡർ താഴെ ഇതുപോലെ. പക്ഷെ ഇതായതുകൊണ്ട് കേട്ടോ, ഇതിപ്പോൾ ഇതും എമ്മയാണ് ടീക്കുട്ടിയുടെ. അങ്ങനെ ടീക്കുട്ടി അതിലെ എല്ലാ സംഭവങ്ങളും റിമൂവ് ചെയ്തു. ഇനി ഇത് കറക്റ്റാ. ഇതിനി കുറച്ച് മണിക്കൂർ വേണം കേട്ടോ ഇതൊന്ന് ശരിക്കും ഇതിൻ്റെ എയറൊക്കെ വന്നൊന്ന് സെറ്റ് ആവാനായിട്ട്. അപ്പോൾ മിറർ അപ്പോൾ ഇത് വാങ്ങണമെന്ന് താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ www.emma.sleepin പോയാലും മതി. ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ ചെയ്യുക. താഴെ ഇതുപോലെ നോട്ട് ഇട്ട് വെക്കും. അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരുന്ന ഇടുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. കൈ വേദനയുള്ളവർ തൊടാനും പാടില്ല കേട്ടോ. അപ്പോൾ പക്ഷേ ബാക്കി സ്പേസ് ഒക്കെ ചെയ്യാൻ നല്ലതാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ ഒരു 2 വർഷം മുമ്പ് വാങ്ങിയപ്പോൾ 32,000 മറ്റാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ്. പക്ഷെ സംഗതി ഭയങ്കര രസമാണ്. ഫാമിലി ടൈം കുറേ കിട്ടില്ല ടിയ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ടൈം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ബെനിഫിറ്റ് ആയത് കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പോൾ 2 പേരെയും മാറ്റി കിടത്തും. ഇതിപ്പോൾ ആവശ്യമില്ല. ഒരാൾ മേലെയും ഒരാൾ താഴെയും. പേരൻസ് ആരെങ്കിലും താഴെ കിടന്നാലും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഒരു 1.5 ഇയേഴ്സ് ബിഫോർ 2 ഇയേഴ്സ് ബിഫോർ വാങ്ങിയതാട്ടോ. ഇതും എനിക്ക് തോന്നുന്നു എമ്മ തന്നെയാണ്. അത് മാത്രമല്ല നമ്മുടെ കേരളത്തിലെ എമ 5 ലൈവ് സ്റ്റോർസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. കൊച്ചി, കോട്ടയം, തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് വാങ്ങാം. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടീക്കുട്ടി ഇതിൻ്റെ മേലെ നിൽക്കുന്ന ഒരു വാട്ടർ ചാലഞ്ച് ആണ് കേട്ടോ. കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വാട്ടർ ഇതിൽ വെച്ചിട്ട് ചാടിയാലും അതിനൊന്നും ആവില്ല എന്ന്. ശരിയാട്ടോ, പറഞ്ഞതെല്ലാം ശരിയാണ്. അങ്ങനെ വാട്ടർ ടെസ്റ്റ് നമ്മൾ അത്ഭുതകരമായി വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഒന്നും ആയിട്ടില്ലല്ലോ. അത് പറഞ്ഞ് ചാടി കളിക്കാന്നല്ല കേട്ടോ അതിൻ്റെ ഉദ്ദേശം. ടീക്കുട്ടി വല്ലതും ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ. താഴത്തെ ബെഡൊന്ന് മാറ്റി നോക്കാം കേട്ടോ. അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതിടാം ഗൈസ്. അപ്പോൾ താഴത്തെ ബെഡ് മാറ്റാൻ എളുപ്പമാണ്, കാരണം അതിങ്ങനെ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ് മാറ്റി ഒരു സെക്കൻഡ്. ഇങ്ങനെ ഒരു പ്രോബ്ലം മാത്രം ഇതിനുണ്ട് കേട്ടോ. പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. ഈ ഒരു ബങ്ക് ബെഡിൻ്റെ ഇപ്പോൾ 2 ടയർ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ 3 ടയറൊക്കെ ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. 2-3 പേര് ഹെൽപ്പിന് വേണം. ബെഡ്
മാറ്റാനും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്സൊക്കെ മാറ്റാനും എല്ലാം കേട്ടോ. അതിനിടയിൽ ടീയുടെ കയ്യിൽ ഒരു ബ്ലഡ് എന്തോ തട്ടിയിട്ട് ഇതായിട്ടുണ്ട് കേട്ടോ, പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ബ്ലഡ് വരുന്നുണ്ട്. സോ മൈക്രോസ്കോപ്പിലൂടെ നോക്കാൻ പോകട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ പുതിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബ്രൗഷർ കേട്ടോ, ഇവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞതാണ്. സോ പാലക്കാട് നമ്മളുടെ ന്യൂ അപ്പാർട്ട്മെൻ്റ് ആണ് ഗൈസ്. ഓക്കെ, ദേ ഇവിടെ സ്ലൈഡൊക്കെ റെഡി ആക്കിയിട്ട് അതിന് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഇത്ര കുട്ടി ബ്ലഡാട്ടോ. അപ്പോൾ അത് സ്വന്തമായി ബ്ലഡ് എടുത്ത് മൈക്രോസ്കോപ്പ് അത്യാവശ്യം ആൾ എക്സ്പേർട്ടാണ്. വൈകാതെ തന്നെ നമ്മൾ കുറേ വീഡിയോസ് ഇടാം കേട്ടോ. അങ്ങനെ സ്ലൈഡിൽ ചെയ്ത് മൈക്രോസ്കോപ്പ് കറക്റ്റ് ചെയ്ത് ബ്ലഡ് നോക്കുക കേട്ടോ. എന്തായി വല്ല സാധനങ്ങളും വന്നോ? എനിക്ക് തോന്നുന്നു ഒരു 1-2 കൊല്ലമായിട്ടുണ്ടാവും കേട്ടോ ബ്ലഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പേടിയായിട്ടിരിക്കുകയായിരുന്നു. ഇന്നാണ് കയ്യിൽ എന്തോ ഒന്ന് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തോ ഒരു സാധനം ഇതായത് കേട്ടോ. കിട്ടിയോ? സൂം ചെയ്ത് നോക്കണം. അതിൽ പൊടിയുണ്ട്, അതൊന്നും തുടച്ചിട്ട് പോലും ഇല്ല. നോക്കട്ടെ, നോക്ക്. ഓ, അത് കുറച്ചുകൂടെ സൂം ആക്കിയാൽ കിട്ടില്ലേ അവനാ? കിട്ടില്ലേ? ഓക്കെ, ഒഴിച്ചിട്ട് വരും. കുട്ടിക്ക് വീണ്ടും അത് കുറച്ചുകൂടി കിട്ടാൻ വേണ്ടിയിട്ട് പല സംഭവങ്ങൾ ചെയ്യുന്നുണ്ടോ. അത് നമ്മൾ മെത്തിലിൻ ബ്ലൂ സൊല്യൂഷൻ ഇതെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്ക് എപ്പോഴാണ് എന്താണ് തോന്നുന്നതെന്ന് അറിയില്ല. ഇത് കുഞ്ഞൻ സ്ലൈഡ്സ്. അവളിപ്പോൾ എപ്പോഴും ഈ മൈക്രോസ്കോപ്പിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മൾ കുറച്ചും കൂടെ ഇതിൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. ഇതുണ്ടോ സ്ലൈഡ്സ്. ഇതൊക്കെ മുട്ടിയ കൈ മുറിയും മക്കളെ. നിമിഷാൻ്റെയൊക്കെ എത്ര പ്രാവശ്യം മുറിഞ്ഞിട്ടുണ്ടെന്നറിയോ. ഇതാണ് മെത്തിലിൻ ബ്ലൂ. അടുത്ത മൈക്രോസ്കോപ്പിൽ നമുക്ക് എന്താ കാണേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ആൾ വന്നിട്ടുണ്ട്, നന്നായി എന്തോ ക്ലീൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതേ കയ്യിൽ കണ്ടോ ബ്ലഡ്. ഇങ്ങനെ നോക്കിയിട്ട് കുട്ടിക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ കട്ട പോലെയാണ്. ഇത് കണ്ടോ, കാണിച്ചു തരാം. ഒരു ഇതുപോലെയാണ് കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ എന്ത് ചെയ്യേണ്ടിയാ? നീ വീണ്ടും ടീക്കുട്ടി അതിനെ എന്തെല്ലാമോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് നമ്മളുടെ ബ്ലഡ് സാമ്പിൾസ് ഒക്കെയാണ്. പ്രോട്ടോസോവ, ആൽഗെ, അങ്ങനെയുള്ള ആനിമൽ സെൽ, നെർവ് സെൽ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കമൻറ്റ് ചെയ്തോളൂ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാനത് കാണിച്ചു തരാട്ടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതെല്ലാം. പക്ഷേ ടീക്കുട്ടി ഇത്തിരി പെർഫെക്ഷൻ നോക്കുന്ന ആളാണ്. പക്ഷേ ബ്ലഡ് സെല്ല് ടീക്കുട്ടിക്ക് എക്സ്പെക്റ്റ് ചെയ്ത പോലെ വന്നിട്ടില്ല. ആരുടെയെങ്കിലും പേരൻസ് ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അത്യാവശ്യം സ്ലൈഡൊക്കെ കറക്റ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ എന്താണെന്ന് അറിയില്ല. ലൈറ്റ് എങ്ങനെയാണ് പിന്നെ വരിക കേട്ടോ. സോ ടീക്കുട്ടിയുടെ ബെഡ്ഷീറ്റ്സ് ഒന്ന് മാറ്റാൻ പോവാട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്നെല്ലാം കാണിച്ചു തരാം. സംഗതി നല്ലതാണോ ചോദിച്ചാൽ വളരെ നല്ല സാധനമാണ് ഈ കോട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ടീക്കുട്ടി എക്സ്പേർട്ടായി കേട്ടോ. ഇതുപോലെ ഒരു ബെഡ്ഷീറ്റിനെ എടുത്ത് ഇങ്ങനെ ചെയ്യും. ഓക്കെ, ഇങ്ങനെ കറക്റ്റായിട്ട് സ്റ്റഡി ആയിട്ട് ഒരുപോലെ ചെയ്യും. ഇതുപോലെ ഇല്ലെങ്കിൽ നമുക്ക് കെട്ടാൻ പറ്റില്ല കേട്ടോ. ഇത് ഒരുപോലെ അല്ല ടിയ, നേരാക്കൂ. ഏകദേശം ഇതുപോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി മെല്ലെ നമ്മളിങ്ങനെ തിരിച്ചിട്ട് ഇനി ആഡ് ചെയ്ത് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ റിസ്ക് എല്ലാം പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറയണ്ടേ. ഇതുപോലെ പക്ഷെ ഒരാൾ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അല്ല പ്രത്യേകം പറയണു, കൈവേദനയുള്ളവരാണെങ്കിൽ ഇതിനൊന്നും റിസ്ക് എടുക്കരുത് കേട്ടോ. കുറേ പേര് 2 ബങ്ക് ബെഡ് വാങ്ങിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷെ 3 വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആണ്, പക്ഷേ ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു 2 ദിവസം കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ്സും കവറൊക്കെ മാറ്റും. പിന്നെ ഇവർ ഈ ഒരു റൂമിൽ രാത്രിയിൽ ഉറങ്ങാൻ മാത്രമേ വരൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. ഇതുണ്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു. ഇനി ആ സൈഡിൽ നിന്ന് ടീക്കുട്ടി എക്സ്പേർട്ട് ആയിട്ടോ അതിൽ കുറേ വർഷങ്ങളായില്ലേ. എനിക്ക് തോന്നുന്നു ബങ്ക് ബെഡ് ഉണ്ടായ സ്ഥലത്ത് ഒരു 5 വർഷമായിട്ടുണ്ടാവും അല്ലേ ടീയുടെ പണി. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് രണ്ടും കൂടെ നമ്മൾ വലിച്ചിട്ട് ഇവിടെ കെട്ടും. ഓക്കെ. ഇനി ടീയ അവിടെ കെട്ടും, നിമിഷാൻ്റെയും ഇവിടെ കെട്ടും കേട്ടോ. ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടും. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുണ്ടോ, 1 മിനിറ്റ്. ഓക്കെ, ഒരാളെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ, ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് കയറ്റി വെച്ചാൽ തന്നെ കഴിഞ്ഞു കേട്ടോ. കാണിച്ചു തരാം, അതിൻ്റെ റിസ്ക് പാർട്ടൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നല്ല ഭംഗിയിൽ ചെയ്യണം, ഇല്ലെങ്കിൽ ഇതിപ്പോൾ നിമിഷാനിക്ക് 2 പണിയാട്ടോ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കണ്ടോ കറക്റ്റായിട്ടിരിക്കും. പിന്നെ ഇനി ഇവിടെ ഉള്ളതിനെല്ലാം നമ്മളൊന്ന് വലിച്ച് സെറ്റാക്കിയിട്ട് ഇതാക്കട്ടോ. ഇതൊന്നും കുഴപ്പമില്ല. മേലത്തെ അത് ആലോചിക്കുമ്പോൾ നിമിഷം എനിക്ക് ടെൻഷൻ വരും ഗൈസ്. അപ്പോൾ ആൻറ്റി എല്ലാവരും കൂടിയിട്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യുക.
അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം. ഇനി അടിയത്തെയും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ താഴത്തെ നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. താഴത്തെയൊക്കെ ഒരു പണിയൊന്നുമില്ല കേട്ടോ, അതൊക്കെ എളുപ്പത്തിൽ നമുക്കിത് ഇതുപോലെ ചെയ്യാൻ പറ്റും, ഒരാളുടെ ഹെൽപ്പേ ഉള്ളൂ. അപ്പോൾ സംഗതി അടിപൊളിയാണ്. അതുപോലെ തന്നെ മാട്രസ് ആണെങ്കിലും ശരി, എം എ ആണെങ്കിലും ശരി, അടിപൊളി സംഭവം കേട്ടോ. ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ല. സോ ഫൈനലി നമ്മളുടെ രണ്ടും സെറ്റായിട്ടുണ്ട്. പക്ഷേ മേലത്തെ മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഒരാളുടെ ഹെൽപ്പും കൂടെ വേണം, ഇല്ലാച്ച ഞാൻ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ പൊട്ടും കേട്ടോ. അപ്പോൾ സംഗതി അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ എം എ ആണെങ്കിലും ശരി താഴെയും മേലെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ടീക്കുട്ടി അതിന് മുമ്പ് ഇതേ ബെഡ് കൊണ്ടുവരുന്നതിനിടയിൽ ഇതുപോലെ എന്തെങ്കിലും കിടന്നതൊക്കെ നോക്കുക കേട്ടോ. സംഗതി അടിപൊളിയാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ള താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻസും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂപ്പൺ കോഡ് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല സ്മൂത്ത് ആട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ബാക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ അടിപൊളിയാണ്. അത് എടുത്തു പറയാൻ കാരണം നമ്മളിതിപ്പോൾ 1-2 വർഷത്തോളം യൂസ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഇനി ഒന്നും കൂടെ നമുക്ക് ബുക്ക് ചെയ്യണം. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആട്ടോ. നമ്മൾ ഈ വീഡിയോയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ, വെള്ളം പോവില്ല ചാടുമ്പോൾ, അതൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ.